അയാൾക്ക് നാട്ടിൽ നല്ല പേരും പ്രശസ്തിയും പ്രതാപമൊക്കെ ഉണ്ടെന്നേ. മഹല്ല് കമ്മിറ്റിയിലെ സെക്രട്ടറി പ്രസിഡൻ്റൊക്കെയാണ്. പക്ഷെ അയാൾക്ക് ഈ ഭാര്യ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടേ, എന്താണെന്നറിയില്ല, വയസ്സായ ഉമ്മാനെ ഒരു വല്ലാത്ത ഒരു ഭാരമായിട്ട് തോന്നുക. എന്താ ചെയ്യേണ്ടതെന്നും അറിയില്ല, പെറ്റമ്മയാണല്ലോ. പിന്നെ പബ്ലിക്കിൽ എല്ലാവരും കാണിക്കുന്ന പോലെ വൃദ്ധസദനത്തിലൊന്നും കൊണ്ടാക്കാനും കഴിയില്ല. ആൾക്കാർ ചോദിക്കൂലേ, പ്രശസ്തി പോകും, മാറ്ററാണ്. എന്തായാലും ഇയാൾ എന്താ ചെയ്തെന്നറിയോ, തൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് അതിനിഗൂഢമായൊരു വനമുണ്ട്. അവിടെ ഒരു ഗുഹയുണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് ഉമ്മാനെ വല്ല ആക്കിയിട്ട് ഇങ്ങ് പോരാന്നാൽ പിന്നെ ആരും കാണില്ല. അവിടെ കിടന്നങ്ങട്ട് മരിച്ചോട്ടേന്ന് കരുതിയിട്ടുണ്ടാകും. ഇയാൾ എന്തായാലും ഉമ്മാനും ചുമലിലേറ്റിയിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഉമ്മ പതിവില്ലാത്ത കുറച്ച് പരിപാടികൾ, മകൻ്റെ തോളത്തിരുന്നിട്ട് കയ്യെത്താ ദൂരത്തുള്ള ഇലയും ചെടിയൊക്കെ മൂപ്പരിങ്ങനെ പറിച്ചിടുന്നതാണ് നിലത്തേക്ക്. മൂപ്പർക്ക് മനസ്സിലായില്ല. എന്തായാലും മോൻ അവിടെ ഗുഹൻ്റെ അവിടെ എത്തി ഉമ്മാനെ വല്ല ഇറക്കി വെച്ചിട്ട് മോൻ വീട്ടിലേക്ക് ഓടുകയാണ്. തിരിച്ചോടുമ്പോൾ അബദ്ധവശാൽ ഇവനക്ക് വഴി വെച്ച് പോയി. കറങ്ങി തിരിഞ്ഞ് ഉമ്മാൻ്റെ കാൽക്കലെന്ന് ചെന്നിട്ട് വീടാണ്. അപ്പം ഉമ്മ പറയാണ്, പൊന്നാര മോനെ, തിരിച്ചു പോകുമ്പോൾ വഴി വെച്ചതാണെന്ന് എനിക്കറിയാം. കാരണം പണ്ട് ചെറുതാവുന്ന സമയത്ത് ഈയും എൻ്റെ ചങ്ങായിമാരും ഇങ്ങോട്ട് കളിച്ചാൻ വന്നിക്ക്. അന്ന് അന്തിമുന്തിയാവണ നേരത്ത് ചൂട്ടും കത്തിച്ച് എന്നെ കൊണ്ടുവരാൻ വന്നത് ഞാനാണ്. അതുകൊണ്ട് വഴി എനിക്കറിയാം. എനിക്ക് തീരെ തിരിയില്ല എന്നുണ്ടെങ്കിൽ വരുന്ന വഴിക്കൊക്കെ ഞാൻ ഇല പറിച്ചിട്ടിട്ടുണ്ട്. അത് നോക്കിയിട്ട് വീട്ടിൽ പോയിക്കോ, ഉമ്മാൻ്റെ കുട്ടി വേഗം എത്തണം കേട്ടോ, അന്തിമുന്തി നേരാണെന്നുള്ളത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാനും എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ശ്രദ്ധിക്കണേ. ഹാവ് എ നൈസ് ഡേ.